തൃശൂർ കെ.എസ്.ആർ.ടി.സി സ്റ്റാൻഡിന്റെ നവീകരണത്തിനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങിയതായി ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. നിലവിലെ കെട്ടിടം പൊളിച്ചു മാറ്റാനുള്ള ടെൻഡർ ഉടൻ നൽകുമെന്നും വിശദമായ പ്ലാൻ ഉടൻ തയ്യാറാക്കുമെന്നും മന്ത്രി പറഞ്ഞു. തൃശൂർ കെ.എസ്.ആർ.ടി.സി സ്റ്റാൻഡ് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നിലവിലെ കെട്ടിടവും മുൻവശത്തുള്ള ഗ്യാരേജും പൊളിച്ചു മാറ്റും. പെട്രോൾ പമ്പിന് നൽകിയ സ്ഥലം കുറച്ച് തിരിച്ചെടുത്ത് വാഹനങ്ങൾ സ്റ്റാൻഡിലേക്ക് കയറാനുള്ള സൗകര്യമൊരുക്കും. ഇരുവശത്തുകൂടിയും ബസ്സുകൾ സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുകയും നിലവിലെ വഴിയിലൂടെ തന്നെ വാഹനങ്ങൾ പുറത്തേക്ക് പോവുകയും ചെയ്യും. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നുള്ള 9.5 കോടി രൂപ ചിലവഴിച്ചാണ് സ്റ്റാൻഡിന്റെ നവീകരണം. സ്റ്റാൻഡിന്റെ ഇരുഭാഗത്തും വെയിറ്റിംഗ് റൂം അടക്കമുള്ള സൗകര്യങ്ങൾ ഒരുക്കും. കോർപ്പറേഷന്റെ അനുവാദത്തോടെ പരമാവധി പുറകോട്ട് മാറ്റി 3 നിലകളിലായിട്ടാണ് ബസ് സ്റ്റേഷൻ പണിയുന്നത്. പഴയ ഗ്യാരേജ് പൊളിച്ചു മാറ്റി പുതിയത് നിർമ്മിക്കാൻ 50 ലക്ഷം കൂടി തരാമെന്ന് MLA ഉറപ്പു നൽകിയതായും മന്ത്രി പറഞ്ഞു. 2 ദിവസത്തിനുള്ളിൽ കെ.എസ്.ആർ.ടി.സി MD കെട്ടിടം പൊളിക്കാനുള്ള അനുമതി നൽകും. അടുത്ത തിങ്കളാഴ്ചയ്ക്കുള്ളിൽ ഇത് പൊളിച്ചു മാറ്റാനുള്ള ടെൻഡർ നൽകുമെന്നും ടെൻഡർ നൽകി 45 ദിവസത്തിനുള്ളിൽ പൊളിച്ചു മാറ്റിയില്ലെങ്കിൽ പിഴ ഈടാക്കുമെന്നും മന്ത്രി പറഞ്ഞു. തൃശൂർ ബസ് സ്റ്റേഷൻ നവീകരണത്തിനായി ബഹുമാനപ്പെട്ട MLA ശ്രീ ബാലചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ നവകേരള ഫണ്ടിൽ നിന്ന് ലഭിച്ച 7 കോടി രൂപയും അദ്ദേഹത്തിൻ്റെ MLA ഫണ്ടിൽ നിന്ന് 2.5 കോടി രൂപയും അങ്ങനെ 9.5 കോടി രൂപ നൽകാമെന്ന് സമ്മതിച്ചു. എൻ്റെ നടപടിക്രമങ്ങൾ തുടങ്ങി. ഈ നിൽക്കുന്ന ബിൽഡിംഗ് പൊളിച്ചു മാറ്റാൻ തീരുമാനിച്ചു. ഈ ഫ്രണ്ടിലുള്ള ഗ്യാരേജും പൊളിച്ചു മാറ്റും. ഈ പമ്പിലേക്ക് കയറുന്നിടത്ത് ഈ എൻട്രൻസ് വളരെ അടച്ചു കളഞ്ഞു. പമ്പിന് കൈമാറി ഇത്രയധികം സ്ഥലം പമ്പിന് കൈമാറേണ്ട കാര്യമില്ല. കേരളത്തിൽ എവിടെയും അങ്ങനെ കൈമാറിയിട്ടില്ല. ഇതൊരു വാല്യുബിൾ ലാൻഡാണ്. പക്ഷേ ആ പമ്പിന് കൊടുത്തതിൽ നിന്ന് കുറച്ച് ഭാഗം നമ്മൾ എടുക്കും വണ്ടി കയറി വരാൻ വേണ്ടിയിട്ട്. നാളെയും മറ്റന്നാളുമായിട്ട് ഇത് പൊളിക്കാനുള്ള അനുമതി നൽകും കെ.എസ്.ആർ.ടി.സിക്ക്. അടുത്ത തിങ്കളാഴ്ചയ്ക്ക് മുമ്പേ കെ.എസ്.ആർ.ടി.സി ഇത് പൊളിച്ചു മാറ്റാനുള്ള ടെൻഡർ വിളിക്കും. ആ ടെൻഡറിൽ പങ്കെടുക്കുന്ന ആൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ 45 ദിവസം പൊളിക്കണം. പൊളിച്ചില്ലെങ്കിൽ ഫൈൻ ക്ലോസ് ഉണ്ട്, ഇങ്ങോട്ട് പൈസ തരേണ്ടി വരും. അപ്പോൾ മേയറുമായിട്ട് സംസാരിച്ചത് ഈ പൊളിക്കുന്ന സമയത്ത് ഈ ബസ് സ്റ്റേഷനെ ഒന്ന് മാറ്റി ഷിഫ്റ്റ് ചെയ്യണം. 1300ഓളം വണ്ടികൾ ഒരു ദിവസം വടക്ക് ഭാഗത്തു നിന്നും തെക്ക് ഭാഗത്തുനിന്നുമായിട്ട് ഇവിടെ പ്രവേശിച്ചു പോകുന്നുണ്ട്. അതുകൊണ്ട് അത് കണക്കാക്കി ഒരു സ്ഥലം കോർപ്പറേഷൻ തരാം എന്ന് മന്ത്രിയുടെ അധ്യക്ഷതയിൽ സമ്മതിച്ചിട്ടുണ്ട്. സ്റ്റാൻഡ് പൊളിച്ചു മാറ്റുമ്പോൾ ഇക്കണ്ടവാര്യർ റോഡിൽ സ്റ്റാൻഡിന്റെ പണി പൂർത്തിയാകുന്നതുവരെ പകരം സംവിധാനമൊരുക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. ഇക്കണ്ടവാര്യർ റോട്ടിൽ ഒരു 4 ഏക്കർ ഭൂമി തൽക്കാലം ഈ ആവശ്യങ്ങൾക്ക് വേണ്ടി കെ.എസ്.ആർ.ടി.സി ബസ് സ്റ്റാൻഡ് പൊളിച്ചു കഴിഞ്ഞാൽ തൽക്കാലം കെ.എസ്.ആർ.ടി.സിയുടെ നിർമ്മാണ പ്രവർത്തനം നടത്തും വരെയുള്ള കാലത്ത് നൽകാം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി വളരെ ആക്ഷൻ പ്ലാനാണ് കൃത്യമായ സമയത്തിനകത്ത് നടപ്പിലാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു പ്ലാനും പദ്ധതിയുമാണ് തയ്യാറാക്കി നമ്മുടെ മുമ്പോട്ട് വെച്ചിട്ടുള്ളത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. തൃശ്ശൂരിന്റെ സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്നതായിരിക്കും സ്റ്റാൻഡിന്റെ ഡിസൈൻ എന്നും പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ സന്ദർശകർക്കായി 3 കെ.എസ്.ആർ.ടി.സി ഇലക്ട്രിക് വാഹനങ്ങൾ അനുവദിക്കാമെന്ന് മന്ത്രി സമ്മതിച്ചതായും തൃശൂർ റൗണ്ട് ചുറ്റി പുത്തൂരിലേക്ക് ഡബിൾ ഡക്കർ ബസ് വേണമെന്ന ആവശ്യവും ഗതാഗത മന്ത്രിയെ മന്ത്രി രാജൻ ധരിപ്പിച്ചു. 3 ഇലക്ട്രിക്കൽ ബസ്സുകൾ കെ.എസ്.ആർ.ടി.സി ഇറക്കാൻ വേണ്ടി അവിടെ അതിനകത്തേക്ക് മാത്രം, അതായത് ടിക്കറ്റ് എടുത്താൽ 300 ഏക്കർ ഭൂമി കറങ്ങി വരണമെങ്കിൽ ഇപ്പോൾ ഇട്ട പാതയനുസരിച്ച് നടക്കാൻ 6 കിലോമീറ്റർ ഉണ്ട്. പാർക്കിൻ്റെ ആകാശപാത കാണാൻ പറ്റുന്ന ഒരു ഡബിൾ ഡക്കർ ബസ് നമുക്ക് അനുവദിക്കണമെന്ന കാര്യം ബഹുമാനപ്പെട്ട മന്ത്രിയോട് ആവശ്യപ്പെട്ടു. മന്ത്രി ആ കാര്യം പോസിറ്റീവായി എടുത്തു. ബസ് മേടിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇനി തുടർന്ന് ഏത് സൗകര്യത്തിലാണോ പറ്റുക എന്നുള്ളത് കൂടി നോക്കണം. പക്ഷേ തത്വത്തിൽ മനസ്സുകൊണ്ട് മന്ത്രി ഒരു അംഗീകാരം നൽകിയിട്ടുണ്ട്. 2ാം ഘട്ടം എന്ന നിലയിൽ റെയിൽവേയും കെ.എസ്.ആർ.ടി.സിയുമായി ബന്ധപ്പെടുത്തി സ്കൈവാക്ക് നിർമ്മിക്കുമെന്നും മന്ത്രി രാജൻ പറഞ്ഞു. ഇതിന്റെ നിർമ്മാണത്തിന് സ്വകാര്യ പങ്കാളിത്തവും CSR ഫണ്ടും പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുമെന്ന് മന്ത്രി ഗണേഷ് കുമാറും പറഞ്ഞു. കെ.എസ്.ആർ.ടി.സിക്ക് പുതിയ വണ്ടികൾ ഈ മാസം മുതൽ എത്തിത്തുടങ്ങും. GPS സംവിധാനം വരുന്നതോടെ ബസ്സുകൾ എവിടെ എത്തിയെന്നറിയാനാകുമെന്നും കെ.എസ്.ആർ.ടി.സി സ്റ്റാൻഡുകളിൽ പാർട്ടിക്കൊടി സ്ഥാപിക്കുന്നതിനോട് തനിക്ക് വ്യക്തിപരമായി യോജിപ്പില്ലെന്നും ഇക്കാര്യം കോടതിയുടെ പരിഗണനയിലാണെന്നും മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞു. കെ.എസ്.ആർ.ടി.സി സ്റ്റാൻഡ് സന്ദർശനത്തിന് മുന്നോടിയായി രാമനിലയത്തിൽ നടന്ന അവലോകന യോഗത്തിൽ മന്ത്രി രാജൻ, മേയർ MK വർഗീസ്, P ബാലചന്ദ്രൻ MLA, ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്തു. TCV തൃശൂർ.